അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എന്നാൽ പിന്നെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലോട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ആദ്യം ലിഫ്റ്റ് കയറിയെത്തിയത് വേറൊരു 7th ഹാളിലായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ചിറങ്ങി കറക്റ്റ് സ്ഥലത്തെത്തി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഓർക്കും എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നല്ല എല്ലാവരും വന്ന ഉടനെ ബാക്കിലങ്ങ് കയറി ഫില്ലായി. പിന്നെ ഞങ്ങൾ വന്നിരുന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് പിന്നെ ആൾക്കാർ വന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായിരുന്നു നമ്മുടെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഞാൻ അബ്രോഡ് MBBSന് പോവാണ്. സോ നമ്മുടെ ഏജൻസി വഴി നമ്മൾ പോകുന്ന ഏജൻസി വഴി നമുക്ക് കോട്ടും അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പും അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു പ്രോഗ്രാമായിട്ട് അറേഞ്ച് ചെയ്തായിരുന്നു കോഴിക്കോട് വെച്ച്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കോട്ട് കറക്റ്റാണോ എന്ന് ഇട്ട് നോക്കാൻ പോകുമായിരുന്നു. എൻ്റെ കോട്ടിൻ്റെ സൈസ് സ്മോൾ ആയിരുന്നു, എന്നിട്ടും അതെനിക്ക് ലൂസായിരുന്നു. കോട്ടെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പേരോടൊക്കെ ഞാൻ മിണ്ടിയപ്പോൾ അവരോടെല്ലാം ഞാൻ ചോദിച്ചത് കോട്ട് മാത്രമേ നമുക്ക് തരത്തുള്ളൂ, സ്റ്റെതസ്കോപ്പ് തരുമെന്ന് പറഞ്ഞല്ലേ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മെഡിക്കൽ ലൈഫിൽ നമുക്ക് ആദ്യമായിട്ട് ഇടുന്ന സ്റ്റെതസ്കോപ്പ് ആണല്ലോ. സോ അത് കയ്യിലോട്ട് കിട്ടുമ്പോൾ എക്സൈറ്റ്മെൻറ്റും അതെല്ലാം അടിപൊളിയായിരുന്നു. മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു. അവിടുന്ന് നേരെ ട്രെയിൻ കയറാൻ വേണ്ടിയാണ് പോയത്. നമുക്ക് ഡയറക്റ്റുള്ള ട്രെയിൻ കിട്ടിയില്ലായിരുന്നു. എറണാകുളത്തോട്ടാണ് ട്രെയിൻ കിട്ടിയത്. അതും 6:20 അവിടെ ചെന്നതിന് ശേഷം ബസ് കയറാനൊക്കെ നോക്കി, പക്ഷെ ബസ് കിട്ടിയില്ല. പിന്നെ എങ്ങനെയോ 1:20 ആലപ്പുഴ ട്രെയിനിലാണ് പോയത്. പിന്നെ അധികം വീഡിയോസ് ഒന്നും എനിക്ക് പോകുന്നവർക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അച്ഛൻ്റെ ഫോണിലെടുത്ത ക്ലിപ്സൊക്കെയാണിത്. അങ്ങനെ ഒരു 3 മണി 3:30 ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയുള്ളൊക്കെ ബൈ.